നമസ്കാരം, ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് രാമനാട്ടുകര ജംഗ്ഷനിലുള്ള എ മോട്ടോഴ്സിൻ്റെ ട്രൂ വാല്യൂലാണ്. മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് നടന്നു ഇവിടുന്ന്. പക്ഷേ അന്നത്തേലും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ഒരു മേള നടക്കാൻ വേണ്ടി പോവാണ്. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ട് ഞാനൊരു പ്രമുഖനായി അങ്ങനെ മേള ഉദ്ഘാടനം ചെയ്ത് ഞാൻ തന്നെയാണ്. മെയിൻ ഹൈലൈറ്റ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലിൻ്റെ ഭാഗമായിട്ട് 20% വരെ വിലക്കുറവിലാണ് ഇവിടെ ഓരോ വണ്ടികൾ സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള വണ്ടികൾ കാണിച്ചു തരാം. ഓൾട്ടോ 2013 മോഡലാണ്. റേറ്റ് വരുന്നത് 1.65 അടുത്താണ്. ആകെ 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 2013 മോഡൽ ഇയോൺ ഇറ എന്നുള്ള വേരിയൻറ്റിൽ വരുന്ന 800cc ഇയോൺ ഉണ്ട്. റേറ്റ് വരുന്നത് 1,30,30,000 മാത്രമാണ്. ഫുൾ ഓൺ കിട്ടുന്ന വണ്ടികളാണ് പറയുന്നത് എല്ലാം തന്നെ. 2020 മോഡൽ എക്സ്പ്രസോ VXI എന്നുള്ള ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയൻ്റ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും 3,90,000 രൂപയ്ക്കും താഴെയായിട്ടാണ്. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള അണ്ടർ വാറൻറ്റി ഉള്ള വണ്ടിയാണ്. മാക്സിമം ഫുൾ ഓൺ തന്നെ കിട്ടുന്നുണ്ടാവും. 2018 മോഡൽ സിയാസ് ഡെൽറ്റ എന്നുള്ള വേരിയൻറ്റിൽ വരുന്ന പെട്രോൾ ഓപ്ഷൻ വണ്ടിയുണ്ട്. ഇതിനോട് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് മാത്രമാണ്. ഫുൾ ഓൺ തന്നെ കിട്ടാൻ ചാൻസ് ഉള്ള പെട്രോൾ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വരുന്ന ബലേനോ ഉണ്ട്. റേറ്റ് വരുന്നത് 6,70,000 മാത്രമേ വരുന്നുള്ളൂ. 6.5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്ന വെറും 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 7,20,000 രൂപയ്ക്ക് 2018-19 വരുന്ന VDI എന്നുള്ള മിഡിൽ ഓപ്ഷൻ ഡീസൽ ഏകദേശം 20 മൈലേജ് കിട്ടുന്ന ഡീസൽ ബ്രസയുണ്ട്. മാക്സിമം ലോണും കിട്ടും. ഏകദേശം 15 ലക്ഷം രൂപയ്ക്ക് അടുത്ത് പുതിയ ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് റേറ്റ് വരുന്ന നേരം ബ്രസ ന്യൂ ഏജിന് ചോദിക്കുന്നത് ആകെ 11.5 ലക്ഷം രൂപയാണ്. ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ തന്നെ എടുക്കാൻ പറ്റുന്ന ZSI സൺറൂഫ് വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഏകദേശം 100ഓളം വണ്ടികളാണ് ഇവിടെ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ഓരോ വാറണ്ടി കിട്ടുന്ന, അതേപോലെ തന്നെ മാക്സിമം ലോൺ കിട്ടുന്ന, അതേസമയത്ത് മാക്സിമം മാർക്കറ്റ് റേറ്റ് ആയിട്ട് വ്യത്യാസം വരുന്ന വണ്ടികൾ പരിചയപ്പെടുത്താം. സോ മൂവിംഗ് ടു ദ വീഡിയോ. നമുക്ക് 2013 ഓൾട്ടോ 800 ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ആകെ 30-something കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4 പുതിയ ടയർ കാണുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല, നല്ല ബോഡി ഷേപ്പ് ഉള്ള വണ്ടിയാണ്. ഇവിടെ പണി നടക്കുന്നുണ്ട്. വർക്ക് നടക്കുന്നുണ്ട്. ഒരു ഫാമിലിക്കൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് വരുന്നുണ്ടാവും. 18-20 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ചെയ്തിട്ടുണ്ട്. ലോണൊക്കെ എത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? 1.5 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അതിന് മുകളിൽ കയറില്ല. സിംഗിൾ ഓണർ വണ്ടിയല്ലേ? നമുക്ക് മാക്സിമം ഒരു ഫുൾ ഓൺ രീതി തന്നെ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. വണ്ടിക്ക് റേറ്റ് എത്രയ്ക്കുന്നത്? 1.65 പ്രൈസ് വരുന്നത്. 1.65 റേറ്റ് വരുന്നത്. 36,000 കിലോമീറ്റർ 2013 മോഡൽ ഓട്ടോ 800. 4 പുതിയ ടയറും ചെയ്തിട്ടുണ്ട്. നേവി എന്നൊക്കെ ബോർഡൊക്കെ അതിൻ്റെ സ്റ്റിക്കറൊക്കെ കാണുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, പക്ക ക്വാളിറ്റി ഉണ്ട്. അതിനിപ്പോൾ അടുത്ത 2013 മോഡൽ ഇയോൺ ഇറ പ്ലസ് ആണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവുക. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1 lakh ആ റേഞ്ചിൽ 1 lakhന്റെ അബോ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ബോഡി വൃത്തിയുള്ള വണ്ടിയാണ്. ചെറിയ ടച്ചപ്പുകളെല്ലാം ചെയ്യാണ്ട് ഇതിന്റെ മുകളിൽ. നിലവിലുള്ള കണ്ടീഷൻ മേജറായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും, മെക്കാനിക്കൽ സൈഡൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. ബോഡി മുകളിൽ ചെറിയ ടച്ചപ്പ് ചെയ്യാണ്ടാവും. ഒരു ഡോറിന്റെ ഗ്ലാസ് റീപ്ലേസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. റേറ്റ് എത്രയ്ക്കുന്നത്? 2013 ഇയോൺ ഇറ പ്ലസിന് എന്ത് വില ഉണ്ടാവും? 1.35. ഓൾറെഡി ഞാൻ സ്റ്റോക്കിൽ കണ്ട വണ്ടിയാണ്. ആ റേറ്റ് ആണ് നമ്മൾ ചോദിക്കുന്നത്. 1.35 ചെയ്തിട്ടുണ്ട്. ഇൻട്രോയിൽ ഞാൻ പറയും ചെയ്തിട്ടുണ്ട്. ഫുൾ ഓൺ ചെയ്യാൻ വേണ്ടി പറ്റൂലേ? തീർച്ചയായിട്ടും പറ്റും. നല്ല പുതിയ ടയറും കാണുന്നുണ്ട്. ചെറുതായിട്ട് മുന്നേ പറഞ്ഞ സ്ക്രാച്ചസ് കാണുന്നുണ്ട്. അതിനുള്ള റേറ്റ് ചോദിക്കുന്നത് 1.35 വരുന്നുള്ളൂ. 2013 നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അടുത്ത് 2018 മോഡൽ സിയാസ് ആണ് വരുന്നത്. ഡെൽറ്റ 18 വടകര രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഡെൽറ്റ പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. ഡെൽറ്റ പ്ലസ് അതിനെ കൊണ്ടാണ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നത്. അതെ. പെട്രോൾ അല്ലേ? പെട്രോൾ ഡെൽറ്റ ഒരു വണ്ടി നിലവിൽ ലോക്ക്ഡൌൺ. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡ്യുവൽ എയർ ബാഗ്സ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. എൽഒയ്സ് വരുന്നുണ്ടാവില്ല. നിലവിൽ റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വേറെ റീപ്ലേസ് ചെയ്യാനൊന്നും വരുന്നില്ല. ഓക്കെ. ബാക്ക് സെൻസേഴ്സും വരുന്നുണ്ടാവും അല്ലേ? ലോക്ക്ഡൌൺ. റേറ്റ് പറയുന്നതിന് മുന്നേ ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 2018 സിയാസിന് റേറ്റ് എത്രയായിരുന്നു പെട്രോളിന്? ഇത് 5.10 പ്രൈസ് വരുന്നത്. കസ്റ്റമർ നേരിട്ട് വരികയാണെങ്കിൽ നമുക്ക് 1 ലക്ഷം കൂടി വണ്ടി എന്ന് പറയുന്ന നേരം പെട്രോൾ അതിനെ കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പെട്രോൾ അതിനോണ്ട് വേറെ പ്രശ്നങ്ങൾ. ഹൈബ്രിഡ് അല്ലല്ലോ? ഹൈബ്രിഡ് അല്ല വരിക, നോർമലാ വരിക. മൈലേജ് എത്ര അറിയുണ്ട്? 15. മൈലേജ് ഒരു 15 മുകളിലേക്ക് മൈലേജ് കിട്ടും. കൂടി വണ്ടി എന്ന് പറയുന്നതിനെ കൊണ്ട് റേറ്റ് വ്യത്യാസം കാണുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് എടുക്കുന്ന വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല. പെട്രോൾ വണ്ടിയാണ് അങ്ങനെ മേജറായിട്ട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും വരുന്നില്ല. അടുത്ത് 2017 മോഡൽ ടാറ്റ ടിയാഗോ XT ആണ് വരുന്നത്. 4 പുതിയ ടയേഴ്സ് കാണുന്നുണ്ട്. XT എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ടിയാഗോ അല്ലേ ഇത്? അതെ, പെട്രോൾ വരുന്നത്. പെട്രോൾ ടിയാഗോ ആണ്. XT എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ്. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടോ? അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്. ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ള ടിയാഗോന്റെ വേരിയന്റ് XT ആണ്. മിഡിൽ ഓപ്ഷൻ എന്നുള്ളതിനെ കൊണ്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്ന വണ്ടിയാണ്. 17 മോഡൽ ടിയാഗോ. ഇതിന് റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇത് 3.80 പ്രൈസ് വരുന്നത്. 3.5 റേഞ്ചിൽ ലോണും കിട്ടും അല്ലേ? അതെ.
വേറൊരു ടിയാഗും കൂടെ ഉണ്ടായിരുന്നില്ലേ നമ്മൾ മുന്നേ കാണിച്ചുള്ള 2017 എക്സെറ്റ് തന്നെ 1 ലക്ഷം ഓടിയിട്ടുള്ള വണ്ടി? അത് നമ്മുടെ ബ്രാഞ്ചിലുള്ളത് വണ്ടി വന്നിട്ടില്ല നമുക്ക് ബ്രാഞ്ചിലുള്ളത്. അത് 2017 എക്സെറ്റ് സിംഗിൾ ഓണർഷിപ്പ് 1 ലക്ഷം കിലോമീറ്റർ റീപ്ലേസ് ഇല്ല. അതിന് 3.5 ലക്ഷം രൂപ റേറ്റും. അതെ ഓക്കെ, ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. 2017 മോഡൽ ടിയാഗോ XT 370 6 മാസം അല്ലെങ്കിൽ 1 ഇയർ വാറണ്ടി. അടുത്ത 2011 മോഡൽ ഹുണ്ടായി i20 എറയാണ് വരുന്നത്, ഓപ്ഷൻ വരുന്നത്. KL 58 എന്ന് പറയുന്നത് തലശ്ശേരി. ഇത് ഇറന്നെയാണോ? എറ വരുന്നത്. പക്ഷേ ആസ്റ്റന്റെ കമ്പനി എല്ലോയ്സ് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ അഡീഷൻ ചെയ്താണ്. വിൻഡോസേ വരുന്നുള്ളൂ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് വരുള്ളൂ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? ഇത് 1 ലാഖിന്റെ താഴെ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇതിന് എത്ര മൈലേജ് വരാൻ പറ്റുന്നുണ്ട്? 1.2 ലിറ്റർ എഞ്ചിനിൽ. ഇത് പെട്രോൾ ആണെങ്കിൽ ഒരു 12 മുതൽ 15 കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പോൾ കാണുന്ന കോലത്തിൽ പറയുകയാണെങ്കിൽ 4 ടയേഴ്സ് അത്യാവശ്യം നല്ലപോലെ കണ്ടീഷനിൽ കാണുന്നുണ്ട്. ചെറുതിൽ സ്ക്രാച്ചസ് കാണുന്നുണ്ട്. ചെറുങ്ങനെ വൃത്തിയാക്കണ്ടോ എടുക്കുന്ന കസ്റ്റമറിന്. 11 i20 ഇറയാണ്. അതെ, ആസ്റ്റൻ എല്ലോയ്സ് വെച്ചിട്ടുണ്ട്. റേറ്റ് എങ്ങനെ വരുന്നത്? റേറ്റ് 1.70 പ്രൈസ് വരുന്നത്. ലോണൊക്കെ എത്ര പറയാൻ പറ്റും? ലോൺ നമുക്ക് 11 മോഡൽ ലോൺ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം, പക്ഷേ കൊല്ലം കുറവായിരിക്കും. അടുത്ത് 2011 മോഡൽ ഹുണ്ടായി i10 സ്പോർട്സ് ആണ് വരുന്നത്. കാപ്പാറ്റുവാണ് എഞ്ചിൻ വരുന്നത്. കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് KL 57 എന്നുള്ളത്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. ബാക്ക് സെൻസേഴ്സ്, ബാക്ക് വൈപ്പർ വരുന്നുണ്ട്, ഡിഫോഗറും വരുന്നുണ്ട്. ഇത്രയ്ക്കായിരിക്കും മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 13-15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 2011 i10 നമുക്ക് ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? 11 മോഡലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ലോൺ പരമാവധി ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ കൊല്ലം കുറവായിരിക്കും, ഒരു 1 ഇയർ ഒക്കെ നമുക്ക് ലോൺ കിട്ടുള്ളൂ. 11 മോഡൽ 2026 റിന്യൂവൽ വരുന്നുണ്ടാവും. 1.5-2 കൊല്ലം ആ റേഞ്ചിൽ മാക്സിമം ആ റേഞ്ചിൽ നമുക്ക് ലോൺ കിട്ടുള്ളൂ. ഓക്കെ, റേറ്റ് എത്രയൊക്കെ 11 i10? റേറ്റ് 1.25 പ്രൈസ് വരുന്നത്. 1.70 അല്ലേ? 1.70. ഓക്കെ, നമുക്ക് ഒരു കസ്റ്റമർ നേരിട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൊടുക്കാം. അടുത്ത 2015 മോഡൽ ഹോണ്ട അമേസ് ആണ് വരുന്നത്. എസ് ആണ് ഓപ്ഷൻ വരുന്നത്. 1.20 ഓടിയിട്ടുണ്ട്. 1.18 700 1.20 ഉള്ളിലായിട്ട് ഓടിയിട്ടുണ്ട്. SFT എന്നുള്ള വേരിയന്റ് വരിക. ഡീസൽ എഞ്ചിനാണ്. ID.Tech 1.5. നമ്മളെ അമേസിൽ WRVയിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. 4 പുതിയ ടയർ കാണുന്നുണ്ട്. കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ട്. കമ്പനി സ്റ്റേറിലുള്ള വണ്ടിയല്ലേ? കമ്പനി സ്റ്റേറിലുള്ള വണ്ടിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. ഏകദേശം 22 റേഞ്ചിൽ മൈലേജ് എന്തായാലും ഉണ്ടാവും. റേറ്റ് വരുന്നത് 4.25 പ്രൈസ് വരുന്നത്. ലോണൊക്കെ എത്ര പറയാൻ പറ്റും? നമുക്ക് പരമാവധി ഫുൾ ലോൺ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല പ്രൊഫൈൽ കസ്റ്റമറൊക്കെ ആണെങ്കിൽ ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഡീസൽ എഞ്ചിനാണ്. ഇപ്പോൾ ഡീസൽ നിർത്തിയിട്ടുണ്ട് അമേസ്. നല്ല മൈലേജ്. ഇപ്പോൾ എങ്ങനെയുണ്ട് വണ്ടി? മെക്കാനിക്കലി കുഴപ്പങ്ങളൊന്നുമില്ല, മെയിൻ്റനൻസ് കുറവാണ്. അടുത്തത് 2020 മോഡൽ എക്സ്പ്രസോ VXE ആണ് വരുന്നത്. KL 55 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ ആണ്. 50,000 കിലോമീറ്ററിന് അടുത്തായിട്ട് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. നിലവിൽ വാറണ്ടി വരെ വരുന്ന വണ്ടിയാണ്. 1 ഇയർ വാറണ്ടി വരും. 3 ഫ്രീ സർവീസ് വരും. 3 ഫ്രീ സർവീസും 6 മാസം 1 ഇയർ വാറണ്ടി. നിലവിൽ എല്ലാ സർവീസും ചെയ്തു വെച്ച വണ്ടിയാണ്. എടുക്കുന്ന ഒരു കസ്റ്റമറിന് വേറെ അഡീഷണൽ ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. റീപ്ലേസ് കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, ഇതിന് ലോണൊക്കെ എത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ നമുക്കൊരു ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അനുവ 2020 മോഡൽ വാഗണർ VHI റേറ്റ് എത്ര? വാഗണറിലെ എക്സ്പ്രസോ 2020 മോഡൽ എക്സ്പ്രസോ റേറ്റ് എത്ര വരുന്നത്? പ്രൈസ് വരുന്നത് 3.85 ആണ് വരുന്നത്. വാറണ്ടി ഉള്ള വണ്ടി. 2 സെലേറി ഉണ്ട്. 2 K സീരീസ് 1 ലിറ്റർ എഞ്ചിൻ അല്ലേ? 2 വാറണ്ടി വരുന്ന വണ്ടിയാണ്. 19 മോഡലാണ് വരുന്നത്. 19 ZXE ആണ് ഓപ്ഷൻ വരുന്നത്. ZXE എന്നുള്ളത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കിലോമീറ്റർ 60,000 കിലോമീറ്ററിന്റെ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ. ഇതിൽ ബാക്കിലെ ഡിക്കിന്റെ ഗ്ലാസ് എന്തോന്ന് റീപ്ലേസ് ഉണ്ട്. ഗ്ലാസ് വരുന്നുണ്ട്. ഗ്ലാസ് CC ആണ് കാണുന്നത്. BI CC. ബാക്കിത്തെ ഗ്ലാസ് മാറിയിട്ടുണ്ട്. റീപ്ലേസ് വേറെ ഫ്രെയിമും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ ഫ്രെയിം കാര്യങ്ങളൊന്നും മാറിയിട്ടൊന്നുമില്ല. ഫീച്ചേഴ്സ് വരുന്ന പറഞ്ഞാൽ ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടോ? അതേ സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾസ്, 4 ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സെറ്റ്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. ബാക്ക് സെൻസേഴ്സ് ഉണ്ടോ? ബാക്ക് സെൻസേഴ്സ് വരുന്നത്. ഏകദേശം 18 റേഞ്ചിൽ 15 മുതൽ 18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 4 പുതിയ ടയേഴ്സ് കാണുന്നുണ്ട്. അപ്പം നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? മെക്കാനിക്കലൊക്കെ നല്ല 6 മാസം വാറണ്ടി വരുന്ന വണ്ടി. ലോൺ എത്ര പറയാൻ പറ്റുന്നുണ്ടോ? ലോൺ മാക്സിമം നമുക്കൊരു 4.5 ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. റേറ്റ് എത്ര വയ്ക്കുന്നത്? 4.60 വരുന്നത്. ഓക്കെ, അടുത്തതും 2019 മോഡലാണ് സെലറി വരുന്നത്. പിന്നെ VXI ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് മെയിൻ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾസും അതേപോലെ തന്നെ സ്ക്രീനിനകത്തും വരുന്ന ഒരു വ്യത്യാസമാണ്. പക്ഷേ ഇതിലൊരു ആഫ്റ്റർ മാർക്കറ്റ് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ബാക്ക് സെൻസേഴ്സും വരുന്നുണ്ട്. ഇല്ല, റീപ്ലേസ് ഒന്നും വരുന്നില്ല. ഏകദേശം ടയറും കാണുന്നുണ്ട്. 30 സംതിങ് കിലോമീറ്റർ ഓടിച്ചുള്ളൂ. 30 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 19 സെലറിയോ അല്ലേ? 19 സെലറിയോ. ഇതിന് ലോൺ എത്ര കിട്ടുന്നുണ്ടോ? 19 VXI ആകുമ്പോൾ ഏകദേശം 4 രൂപ മുകളിൽ ലോൺ കിട്ടുന്ന വണ്ടിയാണ്.
4-4.25 റേഞ്ചിലായിട്ട് ലോൺ കിട്ടുന്നുണ്ടാവും. ഇതിന് ചോദിക്കുന്ന റേറ്റ് എത്രയാണ്? 4.50 റേറ്റ് വരുന്നത്. 4.50 10,000 രൂപയുടെ വ്യത്യാസമുള്ളൂ. രണ്ട് വണ്ടി ചെറിയ മാറ്റം വരുന്നുള്ളൂ. 30,000 കിലോമീറ്റർ വ്യത്യാസം. റീപ്ലേസ് ഗ്ലാസിന്റെ വ്യത്യാസം അത് മാത്രമേ വ്യത്യാസം വരുള്ളൂ. അങ്ങനെ ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന ബലേനോ ആണ് വരുന്നത്. 19 മോഡൽ ബലേനോ ഡെൽറ്റ ആണ് വരുന്ന ഓപ്ഷൻ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. വേറെ മേജർ ഇല്ല, വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡെൽറ്റ പെട്രോൾ ആണോ? പെട്രോൾ 18-20 റേഞ്ചിൽ എന്തായാലും പെട്രോൾ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. ഡെൽറ്റയിലേക്ക് വരുന്ന ഡ്യുവലർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അതേപോലെ തന്നെ 4 ഡോർ വിൻഡോസ്, ഓട്ടോമാറ്റിക് AC അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ടാവും. LOS വരുന്നില്ല. 4 പുതിയ ടയർ അല്ല, 2 പുതിയ ടയറും 2 ടയർ ആവറേജും കാണുന്നുണ്ട്. കമ്പനി ഹിസ്റ്ററി പക്കയാണോ? കമ്പനി പക്കാ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഉണ്ടായിരുന്നു? കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അതെ. ഇപ്പോൾ റേറ്റ് എത്ര ചോദിക്കുന്നത്? പ്രൈസ് ആണെങ്കിൽ വലിയ പ്രൈസ് ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല. ആകെ 5.55 ചോദിക്കുന്നുള്ളൂ. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. വേറെ എടുക്കുന്ന നല്ലൊരു വർക്കും കാര്യമില്ല. വേറെ വർക്കൊന്നും എടുക്കാല്ല. 2011 മോഡൽ മാരുതി വാഗ്നർ LXE ആണ് വരുന്നത്. LXE എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ടിൽ 2 ഡോർ പവറിന്റെ വരും. പിന്നെ പെട്രോളിൽ ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. K സീരീസ് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. കിലോമീറ്റർ 80,000 കിലോമീറ്ററിന് അടുത്ത് ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ആയിട്ട് അങ്ങനെ റീപ്ലേസ് ചെയ്യലൊന്നും വരുന്നില്ല. റേറ്റ് എങ്ങനെ വരുന്നത്? 2011 വാഗ്നർ LXIക്ക് 2.25 പ്രൈസ് വരുന്നത്. കുറച്ച് കൊടുക്കൂലേ? കുറച്ച് കൊടുക്കാം നമുക്ക്. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? 11 മോഡൽ ആയതുകൊണ്ട് നമുക്ക് ലോണിൻ്റെതാണ്. ലോൺ പരമാവധി നോക്കി ചെയ്ത് കൊടുക്കാം. കൊല്ലം കുറവായിരിക്കും. അടുത്ത് ബെലനോ ആൽഫയാണ് വരുന്നത്. ആൽഫ എന്നുള്ളത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. അത് LOS, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ബാക്ക് സെൻസേഴ്സ്, തന്നെ ഓട്ടോമാറ്റിക് AC, ഡ്യുവൽ എയർ ബാഗ്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ടച്ച് സ്ക്രീന്, ഇങ്ങനെയുള്ള ഒരു ഇതെല്ലാം ഓപ്ഷൻസും വരുന്നതാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ആകെ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വരുന്നത്. ചെറിയ കിലോമീറ്റർ ആണല്ലേ? അണ്ടർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. ഓക്കെ. എത്ര മാസമായിരിക്കും വാറണ്ടി? 6 മാസം. 6 month വാറണ്ടി വരും. ഓക്കെ. വേറെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ റീപ്ലേസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എടുക്കുന്ന നിലവിൽ വർക്ക് കാര്യങ്ങളൊന്നും പറ്റില്ല. വാറണ്ടി ഉള്ള വണ്ടിയാണ്. എല്ലാ സർവീസും ചെയ്ത് വെച്ച വണ്ടിയാണ്. റേറ്റ് എത്ര വരുന്നത്? 2018 ബെലനോന് 6.70 വരുന്നത്. ലോണ് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 6.5 എടുത്ത് ലോൺ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ആൽഫ ഇപ്പോൾ പുതിയ വണ്ടിക്ക് ഏകദേശം 11ന്റെ അടുത്ത് 11 മുകളിൽ വരുന്നുണ്ട്. വില മുകളിൽ വരുന്നുണ്ട്. 10 അല്ലല്ല 10 അല്ല. ഇപ്പോൾ ആൽഫയ്ക്ക് 11 മുകളിൽ വരുന്നുണ്ട്. അടുത്ത് 2022 മോഡൽ ഇഗ്നിസ് ഡെൽറ്റ ആണ് ഓപ്ഷൻ വരുന്നത്. KL10 മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. ഓണർഷിപ്പ് എത്രയുണ്ട്? സിംഗിൾ ആ വരുന്നത്. കിലോമീറ്റർ ആണെങ്കിലും ഇല്ല, റീപ്ലേസ് ചെയ്യാനൊന്നും വരുന്നില്ല. മാനുവൽ ആണോ പെട്രോൾ? അതാണ് ഓട്ടോമാറ്റിക്. മാനുവൽ ആണ്. ഡെൽറ്റയിലേക്ക് വരുന്നേരം ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. ചെറിയൊരു ബാക്ക് ക്യാമറ കൊടുത്തതായിട്ട് കാണാൻ വേണ്ടി കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. പൈനിയറിന്റെ സ്റ്റീരിയോ ആണ്. കമ്പനി സാധനമാണ് വരുന്നത്. ഫീച്ചർ സൈഡിൽ ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം തന്നെ ഡെൽറ്റയിൽ വരുന്നുണ്ടാവും. അർബൻ SUV എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. മൈലേജ് 1.2 ലിറ്റർ എഞ്ചിനകത്ത് 15-17 റേഞ്ചിൽ മൈലേജ് കിട്ടും. 15 മുകളിലേക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഹൈവേയിലേക്കാണ് 20 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടിയിട്ടുണ്ട്. 20 കിട്ടുന്നുണ്ട്. ഇതിപ്പം 1 year വാറണ്ടി വരുന്ന വണ്ടിയല്ലേ? അതെ, 1 year വാറണ്ടി വരുന്ന വണ്ടിയാണ്. 2022 ഇഗ്നിസിന് ഇപ്പോൾ കമ്പനി വാറണ്ടിക്ക് ശേഷം 1 year വാറണ്ടി കിട്ടും. നമ്മൾ ട്രൂവാലിന്റെ സൈഡിൽ നിന്ന് 1 year വാറണ്ടി ഉണ്ടാവും. പിന്നെ 3 ഫ്രീ സർവീസ് ഉണ്ടാവും. പുതിയ വണ്ടി 1 year വാറണ്ടി, 3 സർവീസ്. ഇതാണെങ്കിൽ 6,50,000 ആണ് പ്രൈസ് വരുന്നത്. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നത്? ലോൺ നമുക്ക് മാക്സിമം നമുക്ക് ഒരു 5.5 ലക്ഷത്തിന്റെ മുകളിൽ ലോൺ ചെയ്യാൻ പറ്റും. അടുത്ത 2020 മോഡൽ വാഗ്നർ VXA ഓട്ടോമാറ്റിക് ആണ്. 1.2 ലിറ്റർ വരുന്ന എഞ്ചിനാണ് വരുന്നത്. സ്വിഫ്റ്റിലൊക്കെ വരുന്ന ആ ഒരു എഞ്ചിൻ തന്നെയാണ് വരുന്നത്. K സീരീസ് ആണ് വരുന്നത്. VXA അല്ലേ? ZXA അല്ലല്ലോ? അല്ലല്ല, VXA 1.2. LOS വരുന്നുണ്ടാവും. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടാവും. 1.2 ഏകദേശം 18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. AGSലേക്ക് വരുന്നേരം 15-18 റേഞ്ചിൽ മൈലേജ്. AGS AMT പോലെ തന്നെ വേറൊരു ട്രാൻസ്മിഷൻ ആണ്. മാരുതി വിളിക്കുന്ന AGS വിളിക്കുന്നതാണ്. പക്ഷേ AMT-നേക്കാളും വ്യത്യാസം വരുന്നുണ്ടല്ലോ. AMT അത്ര ലാഗ് വരുന്നില്ലല്ലോ? ഇല്ല, അത്ര ലാഗ് വരുന്നില്ല. ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ്. ഓക്കെ. ഇനി ഡീറ്റെയിൽസ് എങ്ങനെ? എത്ര കിലോമീറ്റർ? ഇതാകെ 30,000 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. 28,000 സംതിങ് അങ്ങനത്തെ ഓടിയിട്ടുള്ളൂ. ലോൺ എത്ര കിട്ടുന്നുണ്ടോ? ലോൺ നമുക്കൊരു 5 രൂപയുടെ മുകളിൽ ലോൺ കിട്ടും. ഇത് 590 പ്രൈസ് വരുന്നത്. ഓക്കെ. KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. 1 year വാറണ്ടി കിട്ടൂല? 1 year വാറണ്ടി കിട്ടുന്ന വണ്ടിയാണ്. 3 ഫ്രീ സർവീസും കിട്ടുന്നുണ്ടോ? പുതിയ വണ്ടി എടുക്കുന്ന പോലെ. അടുത്ത് മാരുതി സ്വിഫ്റ്റ് ആണ് വരുന്നത്. സ്വിഫ്റ്റ് 2018 ശേഷം വരുന്ന ഷേപ്പ് അല്ലേ? അതെ, 2018 ഇറങ്ങിയ ന്യൂ ടൈപ്പ് ആണ് വരുന്നത്. ഇത് പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. മിഡിൽ ഓപ്ഷനിൽ വരുന്ന VDA തന്നെ വേരിയന്റ് ആണ് വരുന്നത്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 60 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ലോ കിലോമീറ്റർ എന്ന് പറയാം. ഡീസൽ സംബന്ധിച്ച് നോക്കുമ്പോൾ ലോ കിലോമീറ്റർ തന്നെ പറയാം. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, ഇൻബിൽഡ് സെറ്റ്, ഇൻബിൽഡ് അല്ല, കസ്റ്റമർ സെറ്റ് അഡീഷൻ ചെയ്തിട്ടുണ്ട്. മേജറായിട്ട് വേറെ റീപ്ലേസ് ചെയ്യാനൊന്നും വരുന്നില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡ്യുവൽ എയർ ബാഗ്, അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ സ്ക്രീൻ ഇവിടെ കാണുന്നുണ്ട്. ഗിയർ ബോക്സ് വരുന്നത് AMT ആയിരിക്കും. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് വരുന്ന നേരം
ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ സ്റ്റോപ്പ് ചെയ്ത വണ്ടിയാണ്, പ്രൊഡക്ഷൻ ഇല്ലാത്ത വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഒരു 20 എബോക്ക് എങ്ങനെയാലും മൈലേജ്. സ്വിഫ്റ്റിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിയാറ്റിന് മൾട്ടിജെറ്റ് എഞ്ചിനാക്കി വരുന്നുണ്ടാവുക. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വരുന്നത് 665 വരുന്നത്. 18 മോഡൽ സ്വിഫ്റ്റിന് വരുന്നത്. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ നമുക്ക് ഏകദേശം ഒരു 6.5 മുകളിലേക്ക് ലോൺ ചെയ്യാൻ പറ്റും. വാറന്റി കിട്ടുന്ന വണ്ടിയല്ലേ? തീർച്ചയായിട്ടും 6 മന്ത് വാറന്റി വരും, 3 സർവീസ് വരും. അടുത്തത് ഒരു മാരുതിന്റെ ഡീസൽ വണ്ടിയാണ്. 2018 ലാസ്റ്റ് ബ്രസ്സാണ് വരുന്നത്. 18 ഡിസംബർ വണ്ടിയാണ്. 19 രജിസ്ട്രേഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. ഇത് വീഡിയോ ആണോ? വീഡിയോ ഓപ്ഷൻ ആണ്. വീഡിയോ ആണ് വരുന്നത്. വീഡിയോയിൽ അഡീഷണൽ അലോയ് ചെയ്താണ് കസ്റ്റമർ. ഡ്യുവൽ ബാഗ് വരുന്നുണ്ടോ? അതേപോലെ തന്നെ അതിന്റെ ZXA പ്ലക്സിന്റെ അലോയ് ആണ് ചെയ്ത്. ഡയമണ്ട് കട്ട് വരുന്ന അലോയ് ആണ് ചെയ്ത്. ഡ്യുവൽ ബാഗ് വരുന്നുണ്ടോ? പിന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോസ്, പിന്നെ ഫിയാറ്റിന്റെ എഞ്ചിന്റെ ഏകദേശം 18-20 റേഞ്ചിൽ ഡീസന്റ് ആയിട്ട് ഹൈവേയിലാണെങ്കിൽ 20 എബോവും മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇതാണ് പറഞ്ഞത് നമ്മളെ എല്ലോയ്സ് അല്ലേ? അതെ. ZXL വരുന്ന ഏത് ഫുൾ ഓപ്ഷന്റെ എല്ലോയ്സ് എന്ന് പറഞ്ഞത്. 2018-19 ബ്രസ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇത് 720 ആണ് പ്രൈസ് വരുന്നത്. 720. ലോൺ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്? ലോൺ നമുക്ക് 7 ലക്ഷം രൂപയ്ക്ക് ലോൺ ചെയ്ത് തീർക്കാൻ പറ്റും. നല്ല പ്രൊഫൈൽ കസ്റ്റമർക്ക് ആണെങ്കിൽ. എടുക്കുന്നതൊക്കെ വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല, വർക്ക് ചെയ്യലൊന്നും കമ്പനി വണ്ടിയാണ്. അടുത്ത് 2022 മോഡൽ ബ്രസ ZXA പ്ലസ് ആണ് വരുന്നത്. ZXA പ്ലസ് സൺറൂഫ് ഉള്ള മോഡലാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. സിംഗിൾ പുതിയ വണ്ടിക്ക് എത്ര റേറ്റ് ഉണ്ട്? പിന്നെ ഏകദേശം ഒരു 15 രൂപയുടെ അടുത്ത് ഓൺ റോഡ് ഇപ്പോൾ പ്രൈസ് വരുന്നുണ്ട്. പിന്നെ വാറന്റി കാര്യങ്ങളൊക്കെ അഡീഷണൽ നിലവിൽ 27 വരെ കമ്പനി വാറന്റി വരുന്നുണ്ട്. 1 ഇയർ നമ്മൾ ട്രൂ വാല്യൂ വാറന്റിയും. ടോട്ടൽ 2028 വരെ വാറന്റി ഉള്ള വണ്ടിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, അതേപോലെ തന്നെ ഡ്യുവൽ ബാഗ്, സൺറൂഫ്, 360 ക്യാമറ ഉണ്ടാവും. ഹൈബ്രിഡ് ആയതിനെ കൊണ്ട് 18-20 റേഞ്ചിൽ മൈലേജ്, ഓട്ടോമാറ്റിക് AC, 360 ഡിഗ്രി ക്യാമറ, ഇങ്ങനെയുള്ള ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടല്ലേ? 2022 മോഡൽ ബ്രസ KL 18 വടകര രജിസ്ട്രേഷൻ. റേറ്റ് എങ്ങനെ ചോദിക്കുന്നത്? പ്രൈസ് വരുന്നത് 11.25 പ്രൈസ് വരുന്നത്. നമുക്ക് നോക്കിയിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടോ? ലോൺ നമുക്ക് മാക്സിമം ഒരു 10 രൂപേന്റെ മുകളിലേക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് 2028 വരെ വാറന്റി ഉള്ള വണ്ടി. 28 വരെ വാറന്റി. നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഒരു കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ അഭിസൈനിങ് ഓഫ്. അഡിയോസ്.